ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്. കുക്കറിലാണ് നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ തിരക്കിട്ട് ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെയാണ് കുക്കറിൽ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 4 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 സ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നടുവേ കീറിയ 5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. 3 വലിയ സവോളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 തക്കാളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1-1.5-2 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ ചിക്കൻ റോസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രീ ടൈമിൽ, അതായത് ഉച്ച കഴിഞ്ഞിട്ടോ ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 4 സ്പൂൺ മീറ്റ് മസാല, 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. കുറച്ചുകൂടി എണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഡാർക്ക് കളറിലോട്ട് ഇതുപോലെ മാറിക്കിട്ടുന്നതാണ്. ദാ ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്തിരുന്ന പൊടികളൊക്കെ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ പീസസാണ് ഞാൻ ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ പീസസിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിലോട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. അതുപോലെ തന്നെ 2 വിസിലടുപ്പിച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് വലിയ പീസസ് ആണല്ലോ ഈ കറിയിലോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്നത് ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ 1 വിസിലടുപ്പിച്ചാൽ മതി. 2 വിസിലടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള റോസ്റ്റാണ് തയ്യാറായിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, കുക്കറിൽ തയ്യാറാക്കിക്കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന്. നല്ല കിടിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് തന്നെയാണ്. ഞാനിനി ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലോട്ട് ചേർക്കാം. ഇനി ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കുക്കറിൽ തയ്യാറാക്കിയ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്കിപ്പം ഇത് ചിക്കൻ റോസ്റ്റ് അല്ല, ചിക്കൻ വരട്ടിയതായിട്ട് മാറ്റണമെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഗ്രേവി എല്ലാം ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിലോട്ട് നന്നായിട്ട് കവർ ചെയ്ത് വരും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുപോലെയും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തുക. അപ്പോൾ ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലി തിരക്കുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ വീടുകളിലോട്ട് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു മെത്തേഡിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം കമൻസൊക്കെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്കുടൻ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.